ഇന്നത്തെ ഐറ്റേ കുറച്ച് സ്പെഷ്യലാട്ടാ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോം മെയ്ഡ് മോമോസും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ചട്നിയും. സംഭവം വെറുതെ പറയല്ലാട്ടാ, നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് റെസിപ്പി കണ്ടാലോ? ഇതിനായിട്ട് ഇതേ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനാണ്. ഇനിയിപ്പോൾ ചിക്കൻ വേവിക്കുന്നതിന് പകരം നമുക്കത് അങ്ങനെ തന്നെ മിക്സിയിലോ ചോപ്പറിലോ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനെന്തോ എനിക്ക് അങ്ങനെ അരയ്ക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ വേവിച്ചിട്ടാണ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വേവിക്കാതെ മോമോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്റ്റീം ചെയ്യണ സമയം കൂട്ടണം എന്ന് മാത്രം. ഒരു 10-20 മിനിറ്റെങ്കിലും വേണം. ഇനിയിപ്പോൾ അതല്ല, ഇതാണെങ്കിൽ 10 മിനിറ്റ് മതി. അപ്പോൾ ഇതേ ചിക്കനൊക്കെ വെന്തുണ്ട്. എല്ലുള്ള ചിക്കനായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാംസം മാത്രം അടർത്തി എടുത്തിട്ട് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ അമർത്തിയാൽ മതി കേട്ടോ, അരയരുത്. എന്നിട്ട് നമ്മളിതേ അത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇനി എനിക്ക് കുറച്ചും കൂടെ ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ്റെ അളവൊക്കെ ആവശ്യത്തിന് എടുക്കാവുന്നേ ഉള്ളൂ. ഫില്ലിങ്ങൊക്കെ എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതേ രണ്ടാമത്തെ ബാച്ചും കൂടെ ചിക്കൻ ക്രഷ് ചെയ്തിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ക്യാരറ്റാണ്, അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇടയിൽ ചിലപ്പോൾ കടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ പകരം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്താണ്. പിന്നെ 1 ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇവിടെ ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തതാണ്. അത് കുറച്ച് കയ്യിലും കൂടെ ആക്കിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യണം. നമ്മൾ കയ്യിൽ സൺഫ്ലവർ ഓയിൽ തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് ഈ ഫില്ലിങ്ങിൽ നിന്ന് ഓരോ ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുളകളാക്കിയിട്ട് നമ്മൾ ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യണം. റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് സ്ക്വയർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഞാനിവിടെ റൗണ്ട് ആക്കി എടുത്തു എന്ന് മാത്രം. അങ്ങനെ ഇതേ എല്ലാം ഉരുളകളാക്കിയിട്ട് നമ്മളിതേ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് സെറ്റാവാൻ വെക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പം നമുക്ക് മൈദയിൽ മുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നടുമുറിച്ച് ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് തക്കാളിയൊക്കെ ഒന്ന് കുക്കാവണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരില്ലേ, ആ സമയം വരെ നമുക്ക് വേവിച്ചാൽ മതി. ഇതേ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയുടെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ തൊലി മാറ്റിയെടുക്കണം. അത് തണുത്തതിന് ശേഷം മാറ്റിയെടുത്താൽ മതി. ഞാനിവിടെ ഇളകി വന്നിരിക്കുന്ന തൊലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തണുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അതവിടെ നിന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നേരത്തെ ചിക്കൻ ക്രഷ് ചെയ്ത ജാർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലുള്ള വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നുമല്ല, ഈ തക്കാളി വേവിച്ച വെള്ളം തന്നെ അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചെയ്യണം കേട്ടോ. വെള്ളമൊക്കെ കുറച്ച് ചേർത്താൽ മതി. നമ്മളിത് വേവിച്ചെടുക്കണത് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കും. അപ്പോൾ ഞാനിവിടെ അരച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്താണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ, വേറെ ടേസ്റ്റ് ആയിരിക്കും. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അധികം അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ മിക്സില്ലേ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ തന്നെ സോയാ സോസും
അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുമ്പോൾ പുളി നോക്കിയിട്ട് ചേർക്കണം. തക്കാളിക്ക് പുളി കൂടുതലാണെങ്കിൽ വിനാഗിരി ചേർക്കണം എന്നില്ല. എനിക്ക് തക്കാളിയുടെ പുളി കുറച്ച് കുറവായിരുന്നു, അത് കാരണം വിനാഗിരിയും ചേർത്തുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി പഞ്ചസാരയ്ക്ക് പകരം ടൊമാറ്റോ സോസും ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർത്തൊന്ന് മാത്രം. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നില്ല. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല മധുരമായി പോകരുത്, കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് അത്രയാകുമ്പോൾ നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രീസറിലിരുന്ന മോമോസൊക്കെ കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ മൈദ എടുത്തിട്ടുണ്ട്, അടുത്ത പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഓരോ ഉരുള എടുത്തിട്ട് ആദ്യം കുറച്ച് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം, പിന്നെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വീണ്ടും മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം, പിന്നെ വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മൈദയുടെ കോട്ടിങ്ങൊക്കെ കറക്റ്റ് ആ ഉരുളയിൽ പിടിച്ചിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള മോമോസിൻ്റെ തിക്നെസ് കറക്റ്റായിരിക്കും. നമ്മൾ സാധാരണ മോമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷീറ്റൊക്കെ ഉണ്ടാക്കി അത് പരത്തി അതിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണ്ട ഉണ്ടാക്കാനായിട്ട്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അധികം പണിയുമില്ല. അങ്ങനെ എല്ലാ ഉരുളകളും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ ഞാനിവിടെ സ്റ്റീമർ എടുത്തുനിന്ന് മാത്രം, നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിലും ഒക്കെ ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചിക്കനും ഒക്കെ കുക്ക് ചെയ്ത കാരണം ഒരു 10 മിനിറ്റേ ആവി കയറ്റി എടുക്കണുള്ളൂ. ഇനി ചിക്കൻ കുക്ക് ചെയ്യാത്തതാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമ്മളത് ആവി കയറ്റി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മോമോസ് നമ്മൾ മൈദയിൽ കോട്ട് ചെയ്ത് വെള്ളത്തിൽ മുക്കിയെടുക്കില്ല. അപ്പോൾ വെള്ളത്തിൽ അത് ഇട്ട് വെക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും മൈദയിൽ കോട്ട് ചെയ്തെടുക്കേ വേണ്ടൂ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, ആവി ഇങ്ങനെ പോണ കണ്ടില്ലേ. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സ്റ്റീമറിൽ ഞാൻ ആദ്യം കുറച്ച് ഓയിലൊന്ന് പരട്ടി വെച്ചിട്ടുണ്ടായിട്ടാണ് നമ്മുടെ മോമോസ് അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ. ഇഡ്ഡലി ചെമ്പാണെങ്കിലും അതിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ട് വേണം നമ്മുടെ ഈ മോമോസിൻ്റെ ഉരുളകൾ വെക്കാനായിട്ട്. അങ്ങനെ എല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചട്നിയും നമ്മുടെ പ്ലേറ്റിൽ നമുക്ക് സെർവ് ചെയ്യാം. ഇത് കഴിക്കാനേ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന മോമോസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നമുക്ക് അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോട്ടിങ്ങും അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കറക്റ്റ് ശരിക്കും കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ചട്നി കൂട്ടി കഴിക്കുമ്പം അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം കേട്ടോ, കാരണം ഇത് മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്